സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ആഴ്ചയിലെ എവിക്ഷന് വേണ്ടി പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് ആരാണ് പുറത്തേക്ക് പോകുന്നത് അറിയാൻ. അപ്പൊ ഈ ഒരു മൂന്നാമത്തെ ആഴ്ചയിൽ 9 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അപ്പൊ എവിക്ഷനിലുള്ള 9 പേര് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉനീൽ സാബു, സരിക, ശാരിക, ശൈത്യ, അപ്പാനി ശരത്, അതുപോലെ തന്നെ അക്ബർ ഖാൻ, റെന ഫാത്തിമ, ഷാനവാസ്, അനുമോൾ, അങ്ങനെ 9 പേരാണ് മൂന്നാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വോട്ടുകളുമായി സേഫ് സോണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ പറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോള്, ഷാനവാസ്, റെന ഫാത്തിമ, അക്ബർ ഖാൻ, അപ്പാനി ശരത്, ഇവരൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ടിങ്ങിൽ നിൽപ്പുണ്ട്. ഒരു സേഫ് സോണിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം, അൺഒഫീഷ്യൽ പോളുകളിൽ കാണുന്ന ഓഡിയൻസ് ട്രെൻഡ് തന്നെയായിരിക്കും ഒരു പരിധി വരെ ഒഫീഷ്യൽ വോട്ടിങ്ങിലും കാണാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റങ്ങൾ വന്നാൽ പോലും ഒരു പരിധി വരെ ഇവരൊക്കെ തന്നെ ആയിരിക്കും സേഫ് സോണിലും അതുപോലെ തന്നെ ഡേഞ്ചർ സോണിലും പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളവരൊക്കെ. അപ്പോൾ അനുമോൾ, ഷാനവാസ്, റെന ഫാത്തിമ, അക്ബർ ഖാൻ, അപ്പാനി ശരതൊക്കെ ഒരു പരിധി വരെ സേഫ് സോണിൽ എന്ന് പറയാൻ സാധിക്കും. ഇനി ഡേഞ്ചറസ് സോണിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വോട്ട് തീരെ കുറവുള്ള കണ്ടസ്റ്റൻസിൽ ശൈത്യ, ഉനീൽ സാബു, അതുപോലെ തന്നെ ശാരിക, സരിക, ഇവർ 4 പേരാണ് ഏറ്റവും കുറവ് വോട്ടുകളുമായിട്ട് നിലവിൽ നിൽക്കുന്നത്. അതിൽ ശൈത്യ ചിലപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. ബാക്കി ശാരിക, സരിക, ഉനീൽ സാബു, ഈ 3 കണ്ടസ്റ്റൻസിൽ ആരെങ്കിലും 1 or 2 പേരായിരിക്കും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നത്. ഏറ്റവും കുറവ് വോട്ട് സരികയ്ക്കാണ് അൺഒഫീഷ്യൽ പോളുകളിലെല്ലാം തന്നെ കാണുന്നത്. അതിനുശേഷം ശാരികയ്ക്കും അതുപോലെ തന്നെ വലിയ അങ്ങോട്ട് വ്യത്യാസമില്ലാതെ ഉനീൽ സാബുവിനുമാണ് ഏറ്റവും കുറവ് വോട്ടുകൾ അൺഒഫീഷ്യൽ പോളുകളൊക്കെ പല അൺഒഫീഷ്യൽ പോളുകൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഈ ഒരു മൂന്നാമത്തെ ആഴ്ചയിൽ ഓഡിയൻസ് ട്രെൻഡ് നോക്കി കഴിയുമ്പോൾ അൺഒഫീഷ്യൽ പോളുകളുടെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും കുറവുള്ള വോട്ടുകളിൽ ശാരിക, സരിക, ഇവരാണ് ഏറ്റവും കുറവുള്ള വോട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉനീൽ സാബുവിനെ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഏറ്റവും കുറവ് വോട്ടുകൾ തന്നെയാണ് ഉനീൽ സാബുവിനും ലഭിക്കുന്നത്. ശാരികയ്ക്കും ഉനീൽ സാബുവിനും വലിയ വ്യത്യാസമില്ലാതെയാണ് പോകുന്നത്. അതിന്റെ കൂടുതൽ തന്നെ നമുക്ക് ശൈത്യനും കൂടെ ഉൾപ്പെടുത്തിയേക്കാം. 4 കണ്ടസ്റ്റൻസ് ആ ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കട്ടെ. ഇവരിൽ ഒരാളാകാനാണ് സാധ്യത കൂടുതൽ ഈ ഒരു വീക്ക് പുറത്തേക്ക് പോകാൻ. അതിന് മുകളിൽ മറ്റൊരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ഓഡിയൻസ് ട്രെൻഡ് നിലവിൽ നിൽക്കുന്നത്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങൾ കമന്റിൽ പറയുക ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത്, ആരായിരിക്കണം പുറത്തേക്ക് പോകേണ്ടത്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക.